കോഴിക്കോട് കൂടരഞ്ഞിയിൽ KSRTC ബസ് മതിലിലിടിച്ച് അപകടം. കൂടരഞ്ഞിയിൽ നിന്ന് കക്കാടമ്പുഴ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബസ് നിയന്ത്രണം വിട്ടതിനെ തുടർന്ന് മതിലിലിടിപ്പിച്ച് നിർത്തുകയായിരുന്നു. ഡ്രൈവറുടെ സമയോചിത ഇടപെടൽ കാരണം യാത്രക്കാർ ചെറിയ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. അപകട ഭീഷണിയായി മലപ്പുറത്തെ പന്താവൂർ പാലം. പാലത്തിന്റെ കൈവരികൾ വാഹനമിടിച്ച് തകർന്നിട്ട് മാസങ്ങൾ പിന്നിടുന്നു. അധികൃതർ ഇടപെട്ട് സുരക്ഷ ഉറപ്പാക്കണമെന്ന് നാട്ടുകാർ. കൊല്ലം പോരുവഴിയിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് കമ്പലടി സ്വദേശി സൈനുൽ അബ്ദി. മരണകാരണം വ്യക്തമല്ല. ശൂരനാട് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. ആലപ്പുഴ തടത്തിൽക്കാവ് ദേവീക്ഷേത്രത്തിൽ സുജിത് ഗ്രാമത്തിന്റെ ശിക്ഷണത്തിൽ ചെണ്ടമേള അരങ്ങേറ്റം നടന്നു. അർജുൻ പ്രഭാകർ, സുജിത് ഗ്രാമം എന്നിവരുടെ നേതൃത്വത്തിൽ 30-ൽ പരം കലാകാരന്മാർ അരങ്ങേറ്റം കുറിച്ചു. വയനാടിനും വിലങ്ങാടിനും തണലൊരുക്കാൻ സ്നേഹവീടിന്റെ പാട്ടുവണ്ടി. മാപ്പിളപ്പാട്ട് ഗായകൻ കൊല്ലം ഷാഫിയും കലാകാരന്മാരും ഒരുക്കുന്ന പാട്ടുവണ്ടി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സഞ്ചരിക്കും. പാട്ടുവണ്ടിയിൽ നിന്നും സമാഹരിക്കുന്ന തുക ദുരിതബാധിതർക്കായി നൽകും. മലപ്പുറം വളാഞ്ചേരിയിലെ ക്ഷേത്രത്തിൽ നിന്നും ഭണ്ഡാരത്തിന്റെ പൂട്ട് പൊളിച്ച് മോഷണം നടത്തിയ സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. അറസ്റ്റിലായത് മങ്കേരി സ്വദേശി കബീർ, പൊന്മുണ്ടം സ്വദേശി ജബ്ബാർ എന്നിവർ. പ്രതികളെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. എറണാകുളം പള്ളിപ്പുറം ഗവൺമെന്റ് LP സ്കൂളിൽ പ്ലാവിലക്കഞ്ഞി സംഘടിപ്പിച്ചു. പ്ലാവിലക്കഞ്ഞി സംഘടിപ്പിച്ചത് പഴയകാല ഭക്ഷണ രീതികളെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്നതിനായി. PTA യുടെ നേതൃത്വത്തിൽ കഞ്ഞിയും പുഴുക്കും ചമ്മന്തിയും പപ്പടവും കുട്ടികൾക്ക് നൽകി.